നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. UAE ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുത്തപ്പൻ മഹോത്സവം സംഘടിപ്പിച്ചു. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് വെച്ച് നടക്കുന്ന മുത്തപ്പൻ മഹോത്സവത്തിൽ 10,000-ലധികം ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുത്തപ്പൻ എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കടങ്ങൾ നേരിട്ടറിയിക്കാനും പരിഹാരങ്ങൾ നേരിട്ട് കേൾക്കാനും അവർക്ക് മുന്നിൽ അവതരിച്ച ദൈവമായി തന്നെയാണ് കണക്കാക്കുന്നത്. പ്രവാസികളാണെങ്കിൽ അവർ നാട്ടിലേക്ക് എത്തുന്നത് തന്നെ മുത്തപ്പ സന്നിധിയിൽ തൊഴുത് സങ്കടഭാരം ഇറക്കി വെക്കാനാണ്. ആ മുത്തപ്പനെ പ്രവാസ ലോകത്തെത്തി കാണുക എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും സ്വപ്നം തന്നെയാണ്. UAEയുടെ ആ സ്വപ്നത്തെ 8 വർഷമായി സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ മുത്തപ്പൻ സേവാ സമിതി. ഈ വർഷവും മുടക്കമില്ലാതെ മുത്തപ്പനെ പതിവിലും ആർഭാടമായി തന്നെയാണ് കമ്മിറ്റി എത്തിച്ചത്. രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച പരിപാടിയിൽ 9 മണിക്ക് തന്നെ മുത്തപ്പനെ മലയിറക്കി. 12 മണിക്ക് അന്നദാനവും രാത്രി 9 മണിക്ക് ശേഷം മലകയറ്റ് ചടങ്ങും നടത്തി. പരിപാടിയിൽ പങ്കുകൊള്ളാൻ 12,000-ലധികം ആളുകളും എത്തി. ഈ ജനത്തിരക്ക് ഈ വർഷം ആദ്യമായിട്ടായിരുന്നുവെന്ന് ഭാരവാഹികളും സാക്ഷ്യപ്പെടുത്തി. കണ്ണൂർ ഏച്ചൂരിലെ രമേശന്റെ നേതൃത്വത്തിൽ എത്തിച്ചേർന്നവർക്കെല്ലാമുള്ള ഭക്ഷണമാണ് അന്നേ ദിവസം ഒരുക്കി വെച്ചത്. എടച്ചൊവ്വയിലെ നകുലായിരുന്നു കോലധാരി. സഹായി താഴെ ചൊവ്വയിൽ നിന്നും സുനിലും കീച്ചേരിയിൽ നിന്നും മടയനായി ഗംഗൻ മടയനും എത്തി. മേളക്കാരായി ദുബായിൽ നിന്നുള്ളവർ തന്നെയാണ് ഉണ്ടായിരുന്നത്. മുത്തപ്പ മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരതീയം ടീമിന്റെ പഞ്ചവാദ്യവും ദുബായ് സ്കീമിന്റെ ശിങ്കാരിമേളവും അരങ്ങേറി. കാണികൾ ഏറെ ആവേശത്തോടെയാണ് ഈ 2 പരിപാടികളും സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.